ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യയജ്ഞത്തിന്റെ 252 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് എം വി കാസർഗോഡ്. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി ശോഭ ശങ്കർ മഞ്ചേരി. നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതുമെല്ലാം ശ്രീമതി ഉമാദേവി തിരുവനന്തപുരം. ഉമാ, സായിരാം. സായിരാം, സ്വാഗതം. അപ്പോ ശോഭാ ശങ്കർ ഓങ്കാരം പറഞ്ഞിട്ട് സായി ഗായത്രി പറഞ്ഞു കഴിഞ്ഞിട്ട് ഉമ തുടങ്ങിക്കോളൂ കേട്ടോ. ശോഭ തുടങ്ങിക്കോളൂ. ഓം ശ്രീ സായിരാം. എൻ്റെ എല്ലാമായ സ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. സായിരാം ഉമ ചേച്ചി. ഞാനിവിടെ 3 ഓങ്കാരവും 3 സായി ഗായത്രിയും ജപിക്കുന്നതാണ്. അതിനുശേഷം ചേച്ചി പരിചയപ്പെടുത്തി വാണി വായിക്കുക, അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. സായിരാം. ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം ചേച്ചി. ഞാൻ ഉമാദേവി, തിരുവനന്തപുരത്ത് അമ്പലമുക്ക് സമിതിയിൽ കുടപ്പനക്കുന്ന് മണ്ഡലിയിലെ അംഗമാണ്. സത്യസായി വാണി. തർക്കം നൽകിയ പാഠം. ഒരു ചരിത്രപരമായ സംവാദം. ഭാരതത്തിലൂടെയുള്ള തന്റെ വിജയകരമായ ആധ്യാത്മിക യാത്രക്കിടയിൽ ആദി ശങ്കരാചാര്യർ ശ്രീ മണ്ഡനമിശ്രനെ കാണുകയും മേധാശക്തിയെക്കുറിച്ച് ഒരു സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ സംവാദത്തിന്റെ വിധികർത്താവായി ഉഭയഭാരതി എന്ന നിസ്വാർത്ഥിയും പരിശുദ്ധ ഹൃദയയും ബുദ്ധിമതിയുമായ മഹതിയെ രണ്ടുപേരും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. മണ്ഡനമിശ്രന്റെ ഭാര്യയായിരുന്നു ഉഭയഭാരതി. പല കാര്യങ്ങൾ കൊണ്ടും മാതൃകാപരമായ ഒരു തീരുമാനമായിരുന്നു ഉഭയഭാരതിയെ മധ്യസ്ഥയാക്കാമെന്നത്. സംവാദത്തിലെ തന്റെ എതിരാളിയുടെ ഭാര്യയെ തന്നെ വിധികർത്താവാക്കുന്നത് ശങ്കരാചാര്യർക്ക് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഉഭയഭാരതിയുടെ നിഷ്പക്ഷതയിൽ അങ്ങേയറ്റത്തെ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണത്. ബുദ്ധിയുടെ വിവേചന ശക്തി തന്നെയാണ് മേധാശക്തിയേക്കാൾ പ്രധാനമെന്ന കാര്യത്തിൽ ശങ്കരാചാര്യർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ബുദ്ധിയുടെ ശക്തി എന്താണെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബുദ്ധിയെക്കുറിച്ച് ഇന്ന് നിങ്ങൾക്കുള്ള ധാരണ ശരിയല്ല. സത്യവും ഋതവും ഔത്സുക്യവും സ്ഥിരത്വവും ഒത്തുചേർന്നതാണ് ബുദ്ധി. ഇത്തരം ബുദ്ധിയാൽ അനുഗ്രഹീതമായിരുന്നു ഉഭയഭാരതി. ബുദ്ധിയെ പരിശുദ്ധമാക്കുന്ന യോഗവും മഹത്വവും അതിൽ അടങ്ങിയിട്ടുണ്ട്. ചിന്തിക്കാനുള്ള കഴിവ് മാത്രമല്ല ബുദ്ധി, സൂക്ഷ്മാലോചനയോ വിവേചന ശക്തിയോ മാത്രമല്ല അത്. ഇതിനെല്ലാം പുറമെ അഗാധമായ അന്വേഷണവും വിധി നിർണയവുമാണത്. ഇത്തരം ബുദ്ധിയാൽ അനുഗ്രഹീതയായ ഉഭയഭാരതി തന്റെ ഭർത്താവിനെ അല്ല, ശങ്കരാചാര്യരെയാണ് വിജയിയായി തെരഞ്ഞെടുത്തത്. സംവാദത്തിൽ ശങ്കരാചാര്യരാണ് കഴമ്പുള്ള വാദമുഖങ്ങൾ നിരത്തിയത് എന്നായിരുന്നു അവരുടെ അഭിപ്രായം. ഈ തീരുമാനം സത്യത്തിലും ഋതത്തിലും അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ഉഭയഭാരതിയുടെ മാതൃക. ഉഭയഭാരതിയുടെ വിധി നിർണയത്തിൽ ശങ്കരാചാര്യർ വളരെയധികം സന്തുഷ്ടനായി. സംവാദം തുടങ്ങുന്നതിന് മുമ്പ് രണ്ടുപേരും ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ പരാജിതനായ മണ്ഡനമിശ്രൻ സന്യാസം സ്വീകരിച്ച് ശങ്കരാചാര്യരുടെ ശിഷ്യനായിരിക്കണമെന്ന് ഉഭയഭാരതി പ്രഖ്യാപിച്ചു. അതേസമയം മണ്ഡനമിശ്രന്റെ പതിവ്രതയായ പത്നി എന്ന നിലയിൽ ഭർത്താവിന്റെ ഐശ്വര്യങ്ങളും ദുരിതങ്ങളും ഭാര്യയുടേതും കൂടിയാണെന്ന
ഭാരത സ്ത്രീകളുടെ ആദർശം പാലിക്കുന്നതിനായി അവരും ഒരു സന്യാസിനിയാകാൻ തീരുമാനിച്ചു. സന്യാസ ജീവിതം സ്വീകരിക്കണമെന്ന യാതൊരു നിർബന്ധവും ബാധ്യതയും ഇല്ലാതിരുന്നിട്ടും ലോകത്തിന് ഒരു മാതൃക കാണിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത്. പിന്നീട് തങ്ങളുടെ ബുദ്ധിപൂർമ്മതയിൽ അഹങ്കരിക്കുന്ന പണ്ഡിതർക്ക് അവരുടെ വെറും ബുദ്ധിയേക്കാൾ എത്രയോ ശ്രേഷ്ഠമായത് സത്യവും വ്രതവും ഉൾക്കൊള്ളുന്ന ബുദ്ധിയാണ് എന്ന് പഠിപ്പിക്കാനായി അവരൊരു ആശ്രമം സ്ഥാപിച്ചു. ഒരിക്കൽ അവർ തന്റെ ശിഷ്യകളുമായി കുളിക്കാനായി നദിയിലേക്ക് പോകുമ്പോൾ സർവവും പരിത്യജിച്ച ഒരു സന്യാസി ഒരൊഴിഞ്ഞ കമണ്ടലും തലയിണയായി ഉപയോഗിച്ച് കിടന്നുറങ്ങുന്നത് കണ്ടു. തലയിണയുടെ ഉപയോഗത്തിന് മാത്രമല്ല, മറ്റാരും അത് മോഷ്ടിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടെയായിരുന്നു സന്യാസി ഇങ്ങനെ ചെയ്തത്. ഒരാളിൽ ആസക്തിയോ അഹങ്കാരമോ ഉള്ളിടത്തോളം കാലം അയാൾക്ക് ആത്മാവിനെ മനസ്സിലാക്കാനോ ആത്മാനന്ദം അനുഭവിക്കാനോ സാധിക്കുകയില്ല. ഈ സന്യാസിയെ ഒരു പാഠം പഠിപ്പിക്കുന്നതിനായി അദ്ദേഹം കേൾക്കെ തന്റെ ശിഷ്യകളോടായി ഉഭയഭാരതി ഇങ്ങനെ പറഞ്ഞു: ആ സന്യാസിയെ നോക്കൂ, എല്ലാ തരത്തിലുള്ള ആസക്തിയിൽ നിന്നും മുക്തനാണ് താനെന്നാണ് അദ്ദേഹത്തിന്റെ നാട്യം. എന്നാൽ ആ കമണ്ടലുവിൽ നിന്നുള്ള ആസക്തി പോലും അദ്ദേഹത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ല. ഇത് കേട്ട് സന്യാസി കുപിതനായി ഇങ്ങനെ ചിന്തിച്ചു: ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കേണ്ടത് കേവലം ഒരു സ്ത്രീ മാത്രമായ ഇവരാണോ? കുളി കഴിഞ്ഞ് ഉഭയഭാരതി തിരിച്ചു വരുമ്പോൾ കമണ്ടലു അവരുടെ പാദങ്ങളിലേക്ക് എറിഞ്ഞുകൊണ്ട് സന്യാസി ഇങ്ങനെ ചോദിച്ചു: ഇപ്പോൾ എന്റെ പരിത്യാഗത്തെ പറ്റി എന്തു പറയുന്നു? ഉഭയഭാരതി പ്രതിവചിച്ചു: കഷ്ടം, നിങ്ങളിൽ ആസക്തി മാത്രമല്ല അഹങ്കാരവും വേണ്ടുവോളമുണ്ട്. ഇത് കേട്ട് തന്റെ തെറ്റ് മനസ്സിലാക്കിയ സന്യാസി അവരുടെ പാദങ്ങളിൽ വീണ് മാപ്പിരന്നു. മനുഷ്യന്റെ ബന്ധനത്തിനുള്ള മൂല കാരണം, മനുഷ്യന്റെ ബന്ധനത്തിനല്ലെങ്കിൽ പരാധീനതയ്ക്കുള്ള പ്രധാന കാരണം അഭിമാനവും അഹങ്കാരവുമാണ്. ഉചിതമല്ലാത്ത ആഹാരക്രമം കൊണ്ടാണ് ഇവ ഉണ്ടാകുന്നത്. ഞാൻ എന്റെ എന്ന ഭാവങ്ങളിൽ നിന്നും രക്ഷ നേടിയാൽ മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ് ഈ ഭാവങ്ങൾ ഉണ്ടാവുന്നത്. മഹാഭാരതത്തിൽ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മപിതാമകൻ പാണ്ഡവർക്ക് ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. ഇതിനിടയിൽ ദ്രൗപദി ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ദ്രൗപദിയുടെ ഈ വിചിത്രമായ പെരുമാറ്റത്തിൽ പാണ്ഡവർ അസ്വസ്ഥരായി. പാണ്ഡവരുടെ വിഷമസ്ഥിതി മനസ്സിലാക്കിയ പിതാമഹൻ ദ്രൗപദി എല്ലാ നിലയ്ക്കും ഒരു മാതൃകാവനിതയാണെന്നും അവർ ചിരിച്ചതിന് ന്യായമായ കാരണം കാണുമെന്നും അവരോട് പറഞ്ഞു. ചിരിച്ചതിന്റെ കാരണം വിശദീകരിക്കാൻ അദ്ദേഹം ദ്രൗപദിയോട് ആവശ്യപ്പെട്ടു. ദ്രൗപദി പറഞ്ഞു: പിതാമഹ, ഈ പാഠങ്ങൾ ഹൃദയശൂന്യരും ദുർവൃത്തരുമായ കൗരവർക്കായിരുന്നു അന്ന് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത്. അതിനു പകരം ധർമ്മശാലികളും മഹാത്മാക്കളുമായ എന്റെ ഭർത്താക്കന്മാരെയാണ് അങ്ങ് ഇത് പഠിപ്പിക്കുന്നത്. ഇതിലെ വ്യർത്ഥതയും വ്യാജോക്തിയുമാണ് എന്നെ ചിരിപ്പിച്ചത്. ഇത് കേട്ട പിതാമഹൻ താൻ ഇതുവരെ കൗരവരെ സേവിക്കുകയായിരുന്നു എന്നും അവരുടെ ഔദാര്യത്തിലാണ് ജീവിച്ചിരുന്നതെന്നും വ്യക്തമാക്കി. കൗരവരെ പോലെയുള്ള അധാർമികരും ദുഷ്ടരുമായ ആളുകൾ നൽകിയ ഭക്ഷണം കഴിച്ചതുകൊണ്ട് എന്റെ രക്തം മലിനമായിരുന്നു. എന്നാൽ അർജുനന്റെ ശരങ്ങൾ ദുഷിച്ച ആ രക്തത്തെ മുഴുവൻ ഒഴുക്കിക്കളഞ്ഞു. അങ്ങനെ എന്നിൽ ആഴത്തിലുണ്ടായിരുന്ന ധർമ്മബോധം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തു. ദ്രൗപദി എന്നതിന്റെ ആന്തരികാർത്ഥം: ഒരു വ്യക്തിയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കുന്നതിൽ തക്ഷണത്തിന് എത്രമാത്രം പങ്കുണ്ട് എന്ന് വിദ്യാർത്ഥികൾ ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ദ്രൗപദി എന്നതിന്റെ ഗോപ്യമായ അർത്ഥവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. തന്റെ 5 ഭർത്താക്കന്മാരോടുള്ള ഭക്തി കാരണം അവർ ഭീഷ്മരുടെ വരെ പ്രശംസയ്ക്ക് പാത്രമായിരുന്നു. ഓരോ വ്യക്തിയും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആന്തരികാർത്ഥം ദ്രൗപദി എന്ന പേരിനുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന 5 പ്രാണങ്ങളെയാണ് ദ്രൗപദി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ 5 പ്രാണങ്ങളും ഓരോ വ്യക്തിയിലും ആണായാലും പെണ്ണായാലും ഐക്യത്തോടെ പ്രവർത്തിക്കുന്നതിനാലാണ് ജീവിതത്തിന് തുലനാവസ്ഥ കൈവരുന്നത്. മനസ്സിന്റെ രീതികൾ വളരെ ശ്രദ്ധേയമാണ്. തന്റെ ഇന്ദ്രിയങ്ങളെ മനുഷ്യൻ പിന്തുടരുമ്പോൾ അവൻ മൃഗമായി തീരുന്നു എന്നാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. തന്റെ മനസ്സിനെ പിന്തുടരുമ്പോൾ മാത്രമേ അവൻ മനുഷ്യനായി തീരുകയുള്ളൂ. ബുദ്ധിക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കുമ്പോൾ മഹത് തത്വം എന്ന അവസ്ഥയിലെത്തുന്നു. ആത്മാവുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ മാത്രമേ അവൻ ബ്രഹ്മനായി തീരുകയുള്ളൂ. ബുദ്ധിയെയോ ആത്മാവിനെയോ പിന്തുടരാൻ കഴിയില്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം തന്റെ മനസ്സിനെ പിന്തുടരാനെങ്കിലും മനുഷ്യൻ ശ്രമിക്കണം. അപ്പോൾ മാത്രമേ അവനിൽ മനുഷ്യ സ്വഭാവം ഉണ്ടാവുകയുള്ളൂ. ചീത്ത പ്രവണതകൾക്ക് മനസ്സ് വശംവദമാകുന്നില്ലേ എന്ന ചോദ്യം ഉണ്ടായേക്കാം. വാസ്തവത്തിൽ മനസ്സ് വളരെ പരിശുദ്ധമായതാണ്. ഇന്ദ്രിയങ്ങൾക്ക് അടിയറ വയ്ക്കുമ്പോഴാണ് അത് മലിനമാകുന്നത്. മനസ്സ് സ്വയം അതിനെ നയിക്കാൻ ബുദ്ധിയെ അനുവദിക്കുകയാണെങ്കിൽ അതൊരിക്കലും മലീമസമാവുകയില്ല.
സായിര. സാരവുമ നല്ലൊരു സെലക്ഷൻ വായിച്ചത്. വെരി ഗുഡ് സായിരാം. അനുഭവങ്ങൾ പറഞ്ഞോളൂ ചേച്ചി. അനുഭവങ്ങൾ പങ്കുവെച്ചോളൂ കേട്ടോ. ഞാനും എൻ്റെ കുടുംബവും ഭഗവാനിലേക്ക് എത്തപ്പെട്ടത് 1992 ജനുവരി മാസത്തിലാണ്. എൻ്റെ മൂത്ത മകൻ സ്വിമ്മിങ് പ്രാക്ടീസിന് പോകുമായിരുന്നു. അപ്പം കുറച്ച് ദൂരെയുള്ള ഒരു കുട്ടി അവന് പ്രാക്ടീസിന് വരാൻ സൗകര്യത്തിന് വേണ്ടി എൻ്റെ വീട്ടില് നിന്ന് അവിടെ നിന്നാണ് സ്കൂളിൽ പോകുന്നതും ഒക്കെ ആയിരുന്നു. അവർ രണ്ട് സ്കൂളിലായിരുന്നു. ആ കുട്ടി എൻ്റെ വീട്ടിൽ തന്നെ അവധി ദിവസങ്ങളിൽ വീട്ടിൽ പോകും, ബാക്കി ആ ദിവസങ്ങളിൽ അവിടെ നിന്ന് സ്വിമ്മിങ്ങിന് പ്രാക്ടീസിന് പോകും, വരും, സ്കൂളിൽ പോകും. അങ്ങനെ നല്ല സന്തോഷമായിട്ട് അവിടെ കഴിയുമായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ പോയ കുട്ടി മടങ്ങി വന്നില്ല. സ്കൂളിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായി. അവിടെ ആ കാരണം കൊണ്ട് അയാള് എങ്ങോട്ടൊക്കെയോ പോയി. ഞങ്ങൾ ആ വിഷമത്തിലായി. കുട്ടിയുടെ രക്ഷകർത്താക്കളെ അറിയിച്ചു. ഞാനും വല്ലാത്ത സങ്കടത്തിലായിപ്പോയി. എൻ്റെ വീട്ടിൽ നിന്ന് കാണാതെ ആയതല്ലേ ഒരു കുട്ടിയെ. അങ്ങനെ പിന്നെ എൻ്റെ തൊട്ട അയൽവക്കത്തുള്ള ചേച്ചിയുടെ അടുത്ത് ഞാൻ എൻ്റെ സങ്കടം പങ്കുവെച്ചു. ഇങ്ങനെ കാണാനില്ല, ഇങ്ങനെ വിഷമമൊക്കെ. അവരെൻ്റെ വിഷമം കണ്ടിട്ട് അവരകത്ത് കയറി പോയിട്ട് ഭഗവാന്റെ ഒരു ചെറിയൊരു ഫോട്ടോ എനിക്ക് തന്നു. പേടിക്കണ്ട, എല്ലാം ശരിയാവും, പ്രാർത്ഥിച്ചാൽ മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് അകത്ത് കൊണ്ടുവച്ചു. വന്നിട്ടും ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ആകപ്പാട് സങ്കടത്തിലായിപ്പോയി. കുട്ടി അന്വേഷിച്ച എല്ലാ വീട്ടിലേക്കും പോയി. അന്ന് രാത്രിയായപ്പോൾ ഒരു നല്ല അതിന്റെ കയ്യിൽ കുട്ടി എത്തപ്പെട്ടു. അങ്ങനെ രാത്രി തൃശ്ശൂരില് ഉണ്ടെന്നറിഞ്ഞ് എൻ്റെ ഭർത്താവും അതിന്റെ ബന്ധുക്കളും എല്ലാവരും അവിടെ പോയി അതിനെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഈ പടം ഭഗവാന്റെ ചിത്രം എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഈ ചേച്ചി അവരുടെ വീട്ടുകാരും സായി ഭക്തരാണെന്ന് എനിക്കറിയാമെങ്കിൽ അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം അവിടെ ഭജന വെച്ചു. അപ്പൊ എന്നെ ഭജനയ്ക്ക് വരുന്നുണ്ടോ, വൈകിട്ട് ഭജനയുണ്ട് എന്നിങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിയാ വരാം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും പോയില്ല. ഞാൻ അവൻ നോക്കിയപ്പോ ഞങ്ങളുടെ പരിസരവാസികളൊന്നും ഇല്ല. എല്ലാം വരുന്ന എല്ലാം അപരിചിതരായ ആളുകള്. ഞാൻ എന്തോ അപ്പൊ എനിക്ക് പോകാൻ തോന്നിയില്ല, ഞാൻ പോയില്ല. എൻ്റെ അടുക്കളയിൽ നിന്നാല് ആ വീട്ടിലെ ഭജന വ്യക്തമായിട്ട് കേൾക്കാം. ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആദ്യം ഗോവിന്ദാസായി, അന്ന് ഗോവിന്ദാസായി പാടുമായിരുന്നു ആദ്യം. അത് കേട്ടപ്പോ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം ഞാൻ ചെറിയ പ്രായം മുതല് ഗോവിന്ദ ഹരി ഗോവിന്ദ എന്നുള്ള ശ്രീകൃഷ്ണന്റെ ഒരു കീർത്തനം പാടുമായിരുന്നു. അതേ ട്യൂണായിരുന്നു ഗോവിന്ദാസായിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് വിഭൂതി മന്ത്രം ചൊല്ലിയപ്പോൾ. അത് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. ആ 4 വരി ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ ചൊല്ലുന്നതാണെന്ന് ശ്രദ്ധിച്ച് കേട്ടു. പിറ്റേ ദിവസം ആ ചേച്ചിയെടുത്ത് ചോദിച്ചു, അവസാനം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതിങ്ങനെ വിഭൂതി കൊടുക്കുമ്പോ ആ സമയത്ത് ചൊല്ലുന്ന മന്ത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഇനിയും ഭജന അവിടെ വെക്കുമ്പോ എൻ്റെ അടുത്ത് പറയണേ, ഞാൻ വരാം. എന്നെ ഭഗവാൻ പറയിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അഥവാ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പം അടുത്ത പ്രാവശ്യം അവര് എന്നെ വിളിക്കൂല. ഒരു പ്രാവശ്യം പറഞ്ഞു വന്നില്ലല്ലോ, പിന്നെ വേണ്ട, സ്വാഭാവികമായിട്ടും വിളിക്കില്ല. പക്ഷെ എന്തോ എനിക്ക് അങ്ങോട്ട് തന്നെ പറയാൻ തോന്നിച്ചു. അടുത്ത പ്രാവശ്യം ഭജനയ്ക്ക് എന്നെ വിളിക്കണേ, ഞാൻ വരാം. അങ്ങനെ എന്നെ വിളിച്ചു. അടുത്ത ഭജനയ്ക്ക് ഞാൻ പോയി അവിടെ. അത് കഴിഞ്ഞ് അവര് അന്ന് പനവിള സമിതിയാണ്, അമ്പലമുക്ക് സമിതി ഇല്ല, ആയിട്ടില്ല. അവരുടെ അവിടെ ഭജനയ്ക്ക് പോവുകയും കുറച്ച് നാളുകൾക്കകം തന്നെ അമ്പലമുക്ക് സമിതി രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ അമ്പലമുക്ക് സമിതിയിലെ കൺവീനറായിരുന്ന ഗോപാലകൃഷ്ണപിള്ള സാറും ഭാര്യയുമാണ് എന്നെയും കുടുംബത്തിനെയും ഭഗവാനിലേക്ക് എത്തിച്ചത്. അത് കഴിഞ്ഞ് ഭജനയ്ക്കും
സമിതിയിലും മണ്ഡലി വന്ദനയ്ക്കും ഒക്കെ ഞാനാണ് ആദ്യമായി പോയിരുന്നതെങ്കിലും പുട്ടപർത്തിയിൽ ആദ്യം പോയത് എൻ്റെ ഭർത്താവാണ്. ഒരു ശിവരാത്രി ദിവസമാണ് ഇവിടുന്ന് പോയത്. ശിവരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ എത്തി. ഉച്ച സമയമായിരുന്നു. ആഹാരം കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് ചെന്നു. അവിടെ കൂപ്പൺ സിസ്റ്റം ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അവിടെ ചെന്നപ്പോൾ കൂപ്പൺ ചോദിച്ചു. കയ്യിൽ കൂപ്പൺ ഒന്നും ഇല്ലായിരുന്നു. കൂപ്പൺ അവിടെ കൊടുക്കുന്ന സമയവും കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരാള് വന്ന് 2 കൂപ്പൺ കയ്യിൽ കൊടുത്തു. അപ്പൊ കൂപ്പൺ ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാൻ ഇങ്ങനെ കുഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും ആളെ കണ്ടില്ല. അപ്പൊ അവിടെ നിന്നവരോടൊക്കെ ചോദിച്ചു, എനിക്കിപ്പോ ഈ കൂപ്പൺ കൊണ്ടുവന്ന ആളെവിടെ അവർക്ക് പൈസ കൊടുത്തില്ല. അപ്പൊ ആരും കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉച്ച സമയമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ആരോ പറഞ്ഞു, താമസിച്ചാല് ഭക്ഷണം കിട്ടുന്നില്ല, നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നോക്കാം ആളിനെ എന്ന് പറഞ്ഞ് അത് കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. 2 ദിവസം അവിടെ തങ്ങി. അവിടെ 2 ദിവസം നിന്നു. അപ്പോഴെല്ലാം ഈ കൂപ്പൺ തന്ന ആളിനെ തിരക്കുന്നുണ്ടായിരുന്നു അവിടെ. പക്ഷെ അങ്ങനെ ഒരാളിനെ കണ്ടതേയില്ല. അപ്പം അവിടെ പോയുള്ള ആ അനുഭവം തന്നെ ഒരു നല്ല അനുഭവം തോന്നി ആളിന്. അങ്ങനെ വന്നിട്ട് വീണ്ടും എന്നോടൊപ്പം സമിതിയിലും മണ്ഡലി വന്ദനയിലും ഒക്കെ പങ്കെടുക്കുകയും ഞങ്ങളങ്ങനെ കുറവൻകോണം മണ്ഡലിയുടെ ഭാഗമായി തീരുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ മണ്ഡലി സമിതി കൺവീനറായ ഗോപാലകൃഷ്ണപിള്ള സാറ് ഒരു ബാലവികാസ് തുടങ്ങുന്നതിന്റെ കാര്യം എന്നോട് പറഞ്ഞു. പറ്റുമോ എന്ന് ചോദിച്ചു. പട്ടം സമിതിയിൽ വെച്ച് ഒരു ഗുരുസിന്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറ്റുമോ എന്ന് ചോദിച്ചാൽ ശരി ഞാൻ പോവാം, അങ്ങോട്ട് നോക്കാം എന്ന് പറഞ്ഞ് അവിടെ ട്രെയിനിങ്ങിന് പോവുകയും അത് കഴിഞ്ഞ് അവിടെ കുറവൻകോണം മണ്ഡലിയിൽ ഒരു ബാലവികാസ് തുടങ്ങാൻ സാധിക്കുകയും ചെയ്തു. ഒരു അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് പേര് ഉണ്ടായിരുന്നു. അത് ഡിവോട്ടീസിനേക്കാളും നോൺ ഡിവോട്ടീസ് ആയിരുന്നു അവിടെ അന്നും കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വർഷം ആദ്യമായിട്ട് ഞാനും ഭർത്താവും എൻ്റെ ഇളയ മകനുമായിട്ട് സർവീസിന് പോയി. സർവീസ് നല്ല അനുഭവമായിരുന്നു. ആദ്യം ചെന്ന് അപ്പോഴുള്ള ആ ഒരു വിഷമമൊക്കെ തോന്നി. ആദ്യമായിട്ട് പോയതിൻ്റെ പിന്നെ എല്ലാം പരിചയമായി. നല്ല സർവീസ് ചെയ്ത് അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരുമിച്ച് എല്ലാവർക്കുമായിട്ട് പോകാൻ പറ്റൂല. അങ്ങനെ ഒരു മാറി ഞങ്ങൾ സർവീസ് പോകുമായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് പോകാൻ പറ്റാതെ വന്നപ്പോൾ, ഞങ്ങൾക്ക് അസൗകര്യമായപ്പോൾ എൻ്റെ മൂത്ത മകൻ പോയി സർവീസിന്. അവൻ കൺവീനർ ഗോപാലകൃഷ്ണ സാറിന്റെ കൂടെ തന്നെ പോയത്. അവൻ സർവീസ് കഴിഞ്ഞ് പാദനമസ്കാരത്തിന് ഇരിക്കുകയായിരുന്നു. ഞാനൊരു ലെറ്റർ അവന്റെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. പിന്നെ അവൻ ഈ ലെറ്റർ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഭഗവാനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഭഗവാൻ അടുത്ത് വന്നിട്ടും ഇവനത് കൊടുക്കാൻ വിട്ടുപോയി. ഇങ്ങനെ മുഖത്തേ നോക്കി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അത് കൊടുക്കാനങ്ങ് മറന്നുപോയി. അവൻ ഇങ്ങനെ കുറച്ച് നിന്നിട്ട് ഇവന് ലെറ്റർ കൊടുക്കുന്നില്ല. അവൻ എന്റെ കയ്യിൽ നിന്ന് ലെറ്റർ അങ്ങ് എടുത്തു. അവൻ ശരിക്കും എടുത്തപ്പോഴാണ് അറിയുന്നത് കൊടുക്കാൻ മറന്നുപോയല്ലോ എന്ന്. എല്ലാവരും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് ലെറ്ററിനെ കുറിച്ച് ചിന്തിച്ചുമില്ല. അപ്പോഴങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങള് ഗോപാലകൃഷ്ണ സാർ, ഗോപാലകൃഷ്ണ സാറ് സ്റ്റുഡിയോയിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയപ്പോ വേറെ ഫോട്ടോ വാങ്ങിക്കാൻ എന്തോ പോയപ്പോഴത്തേക്കും ഇവൻ ഇരിക്കുന്ന ആ ഫോട്ടോ ഉണ്ടായിരുന്നു. അവിടെ സ്റ്റുഡിയോയിൽ കണ്ടു. അങ്ങനെ അത് വാങ്ങിച്ച് നമുക്ക് കൊണ്ട് തന്നു. അങ്ങനെ ആ ഫോട്ടോ കണ്ടറിയാം ഭഗവാനെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ കണ്ണു മിഴിച്ച് നോക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ അത് എൻ്റെ കയ്യിലുണ്ട്. ഒരു 2-3 വർഷത്തിന് മുൻപ് ഒരു സനാതന സാരഥിയില് അതിന്റെ അകത്തെ പേജിൽ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മാറി സർവീസിന് പോയിക്കൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2000 ഭർത്താവ് റിട്ടയർ ചെയ്ത് ഞങ്ങൾ കുടപ്പനക്കുന്നില് താമസമായി. കുടപ്പനക്കുന്നില് മണ്ഡലി അന്നില്ല.
അമ്പലമുക്ക് സമിതിയിൽ കുടപ്പനകുന്നിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഉള്ള ഗിരീശൻ, ഗോപൻ ചേട്ടൻ എന്നിവരൊക്കെ എൻ്റെ ഭർത്താവും ഒക്കെ ചേർന്ന് ഇവിടെ കുടപ്പനകുന്നിലൊരു ഭജന സെന്റർ ആദ്യം തുടങ്ങി. അത് കഴിഞ്ഞത് മണ്ഡലിയായി തീരുകയും ചെയ്തു. ആ 2000 മുതൽ 2018 വരെ എൻ്റെ ഭർത്താവ് എല്ലാ വർഷവും 2 സർവീസിനും ജനുവരിയിലും ജൂലൈയിലും സർവീസിന് പോകുമായിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് പോകും സർവീസിന് തന്നെ ഉള്ളൂ. എല്ലാ വർഷവും ഒന്നും എനിക്ക് പോകാൻ സാധിക്കാറില്ലായിരുന്നു. എൻ്റെ രണ്ടാമത്തെ മകന് ചെന്നൈയിൽ ജോലിയായിരുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചു. നാട്ടിൽ വന്നു, ഇവിടെ തലയിലൊരു സർജറി വേണ്ടി വന്നു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലായി. ഞാൻ ഹോസ്പിറ്റലിൽ അന്ന് ജസ്റ്റ് വന്നതിൻ്റെ അന്ന് ഇങ്ങനെ പോയത് തന്നെ. പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം മറ്റേ സർജറി ആയിരുന്നു. ഞാൻ പിന്നെ പോയിട്ടേ ഇല്ല. ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്ന് ഭഗവാന്റെ പാതാരങ്ങളിൽ തന്നെ അങ്ങ് വീണു. അത് കഴിഞ്ഞ് സർജറിയും കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞാൻ പോയില്ല. പിറ്റേ ദിവസം ഇവിടെ നമ്മുടെ മണ്ഡലിയിൽ തന്നെ കുടുംബശ്രീകാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അംബിക ചേച്ചി ആയിരുന്നു അന്ന് ഗസ്റ്റായിട്ട് വന്ന. അംബിക ചേച്ചിയുടെ പ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടാണ് ഞാൻ മോനെ കാണാനായിട്ട് പോകുന്നത്. അവനെ കാണാനായി ചെന്ന് പിന്നെ അടുത്ത റൂമിനകത്തോട്ട് കയറിയപ്പം ഞാൻ ചോദിച്ചതാണോ അവൻ പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭഗവാൻ കട്ടിലിന്റെ അടുത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഭഗവാൻ കൊടുത്ത അനുഭവം, അവൻ സർവീസിന് വരുമ്പോൾ ഭഗവാൻ അവന്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2000 മുതൽ 2018 വരെ ഉള്ള ഭർത്താവിന്റെ സർവീസ് 2021 ഭഗവാന്റെ തിരുനാൾ ദിവസം നവംബർ 23 ഭഗവത് പാതാരവല്ലങ്ങളിൽ ലയിച്ചു. അതുവരെ സർവീസിന് പോകുന്ന ആളായിരുന്നു. ആ ദിവസം ഭഗവാന്റെ നിയോഗമായിരിക്കണം. ആ ദിവസമാണ് ദിവംഗതനായത്. അത് കഴിഞ്ഞ് കുടപ്പനകുന്ന് മണ്ഡലിയില് പിന്നെ ഒരു ബാലവികാസ് ഇവിടെ വന്ന് മണ്ഡലി തുടങ്ങിയപ്പോൾ തന്നെ ബാലവികാസ് തുടങ്ങി. അത് കൂടുതലും ഡിവോട്ടീസ് ആരുമില്ല, എല്ലാം നോൺ ഡിവോട്ടീസ് ആയിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഈ ഒരു ബാലവികാസം ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. അതില് കുടുംബത്തിൽ ആരും ഡിവോട്ടീസ് ആയിട്ടുള്ളവരുള്ള ഇല്ല, ഉണ്ടായിരുന്നില്ല. അതിലേറ്റവും എനിക്ക് ചാരിതാർത്ഥ്യം ഉണ്ടാക്കിയ ഒരു കാര്യം അന്നത്തെ ബാലവികാസിൽ വന്നിരുന്ന ആനന്ദിനെ ഞാൻ പറഞ്ഞിട്ട് അവർ ബാലവികാസിൽ വിട്ടു. പക്ഷെ അവരാരും എനിക്കൊക്കെ ഇങ്ങനെ പറയും, വരാറില്ല, വന്നിട്ടില്ല. ആ ആനന്ദ് കാരണം അവന്റെ കുടുംബം ആനന്ദാണ് ഭഗവാനിലേക്ക് സത്യം പറഞ്ഞ അവരെ നയിച്ചത്. ആ കുടുംബം അവന്റെ അമ്മയായ ലത ആണ് ഇന്ന് അമ്പലമുക്ക് സമിതിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ബാലവികാസത്തിൽ കൂടി ലോകവികാസത്തിൽ എത്തിക്കുന്നത്, ലോകവികാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ അനുഭവങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഓരോരോ ദൈനംദിന കാര്യങ്ങളിൽ തന്നെ എനിക്ക് ഒരുപാട് മുൻകൂട്ടി ഓരോരോ കാര്യങ്ങൾ ഭഗവാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നു, എനിക്ക് പറഞ്ഞു തരുന്നു, എന്നെ അതിന് നടത്തിക്കുന്നു ഒക്കെ ഉണ്ട്. പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അതിനുള്ള സമയമൊന്നും നമുക്ക് ഇല്ല. അതിനുള്ള സമയത്ത് ഞാൻ ഇത്രയും എൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. എന്റെ കാലം കഴിഞ്ഞാലും എൻ്റെ കുടുംബത്തെ ഭഗവാനിൽ അടുപ്പിച്ച് നിർത്തണേ. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഷിരഡിയിൽ പോകാൻ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത്
ഭഗവാൻ നടത്തിച്ചു തന്നു. ഇന്ന് 4-ാം തീയതി, കഴിഞ്ഞ മാസം 4-ാം തീയതി ഞാൻ പുട്ടപർത്തിയിലായിരുന്നു. ഷിർഡിയിലും പോയി അവിടെ നിന്ന് പുട്ടപർത്തി വഴിയാണ് മടങ്ങിയെത്തിയത്. എന്റെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാൻ അവസരം തന്നു. നമസ്കാരം. സായിരാം. అనేక మంది ప్రశ్నలు వేశారు. Many went to Ramakrishna and asked him. వివేకానంద కూడా వెళ్ళాడు. Vivekananda also went. స్వామీజీ, Swami, మీరు దేవుణ్ణి చూచారా అన్నాడు. Swami, have you seen God? అవును చూచాను అన్నాడు. Yes, ఎట్ట చూచారు అన్నాడు. Where have you seen? నిన్ను నేను ఎట్ట చూస్తున్నానో నన్ను నీవు ఎట్ట చూస్తున్నావో నేను అట్ట చూచాను దేవుణ్ణి అన్నాడు. Just as you see me, just as I see you, yes, I have seen God. మరి నాకెందుకు చూపకూడదు అన్నాడు. Then why can't you show him to me? నీవు చూడవచ్చును అన్నాడు. You too can see. అయితే నాకు కనిపించడం లేదే అన్నాడు. How is it I don't see him? పశ్చన్న పిచాన పశ్చతి మూఢో 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 అన్నాడు. పిచ్చివాడా, నీవు దేవుణ్ణి చూస్తూ కూడాను నేను చూడలేదనుకుంటున్నావు, నీకంటే మూఢుడు అన్నాడు. Oh madcap, you see God but still you say that you have not seen him. There cannot be నీ greater fool than you. ప్రాపంచిక దృష్టితో నీవు ప్రపంచాన్ని చూస్తున్నావు. You see the world with the worldly vision. నేను ప్రపంచాన్ని అంతా దైవ దృష్టితో చూస్తున్నాను. But I see the world through the divine feeling. కనుకనే మన ఫీలింగ్ చాలా ఇంపార్టెంట్. So feeling is very important. అయితే ఒక్కటి, But one thing here. ఈ లోకంలోని మానవులు Here the man in the world బిడ్డల కోసం ఏడుస్తున్నారు, cry for children, భార్యల కోసం ఏడుస్తున్నారు, cry for ధనం wife, కోసం ఏడుస్తున్నారు, cry for money, ధాన్యం కోసం ఏడుస్తున్నారు. grain. కానీ దైవం కోసం ఏడ్చేటువంటి వాడు ఒక్కడైనా కనిపించలేదే. Is there any one man who cries for God? Not even one. దైవం కోసం ఏడ్చినప్పుడు దైవం కనపడతాడు. If you cry for God, yes, you will see him. ఏడ్చేదంతా కూడా లోకం కోసం. You cry for the world, కనిపించాలి, దైవం but you కనిపించాలి. want to see ఎట్ట God. కనపడతాడు? How is it possible? ఇది ఇంపాసిబుల్. It is impossible. దేనికోసం ఏడుస్తావో అది నీకు కనిపిస్తుంది. If you cry for that, that you will be able to see. కనుక నీవు దైవం కోసం ఏడ్చు Cry for God. అని బోధ చేశాడు వివేకానందకు. That was the teaching of Ramakrishna to Vivekananda. నాయన, నీవు దేనికోసమో ఏడుస్తున్నావు. Child, you are crying for many things. కంటి దారాలు దైవం కోసమే బదలాలి, కానీ లౌకికమైన ప్రాకృతమైనటువంటి విద్యల కోసం నీవు ఏడ్చకూడదు. You should shed tears for God and not for the world. కనుక నీవు దైవం కోసం ఏడ్చు. Cry for తప్పక God. దైవం నీకు కనిపిస్తాడన్నాడు. God is sure to manifest himself to you. ప్రతి ఒక్కటి మన మనసులో ఉంటున్నది, కానీ బయట నుంచి రావటం లేదు. Everything is within the mind, not outside. కాన So, మనము దైవాన్ని చూడాలనుకున్నప్పుడు, దైవం కావాలనుకున్నప్పుడు దైవం కోసం మనం అంకితం కావాలి. therefore, if you want to see and experience God, dedicate yourselves for God. Boss just said, plan your future smart. ചേച്ചി ഇനി ഭജന പാടിക്കോളൂ. നടരാജാ നമാമി ശങ്കര ശിവരാജാ ശിവ ശിവ ഉമാ, വീഡിയോ അണച്ചോളൂ. അപ്പൊ പാട്ട് ശരിക്ക് വരണില്ല. വീഡിയോ അണച്ചിട്ട് പറ്റുമോ? നടരാജാ നമാമി ശങ്കര ശിവരാജാ ശിവ ശിവ ശങ്കര നടരാജാ നമാമി ശങ്കര ശിരടി പുരീശ്വര ശിവശങ്കര ശിരടി പുരീശ്വര ശിവശങ്കര ഭർത്തിപുരീശ്വര പരമേശ്വര ഭർത്തിപുരീശ്വര പരമേശ്വര ഹൃദയേശ്വര സായീശ്വര ഹൃദയേശ്വര സായീശ്വര നടരാജാ നമാമി ശങ്കര ശിവരാജാ ശിവ ശിവ ശങ്കര നടരാജാ നമാമി ശങ്കര ശിരടി പുരീശ്വര ശിവശങ്കര ഭർത്തിപുരീശ്വര പരമേശ്വര ഹൃദയേശ്വര സായീശ്വര
ഹൃദയേശ്വര ഈശ്വര നാദരാജ നമാമി ശങ്കര. സായിരാം. സായിര ഉമ്മ, താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ്. എല്ലാം നന്നായിട്ട് എല്ലാം ചെയ്തു, നന്നായിട്ട് നല്ല പോർഷനാണ് വായിച്ചതെന്ന്. സായിരാം. സായിരാം. വീഡിയോ ഓഫ് ചെയ്തോളൂ കേട്ടോ. സായിരാം. സായി ഉപമ, പരിശുദ്ധ പ്രേമം തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ സുഗമമായി യാത്ര ചെയ്യുവാനുള്ള ഏക ദിശയിലേക്കുള്ള നല്ല പാതയാണ്. നിങ്ങൾ ഈ പാതയിലൂടെ അതിവേഗത്തിൽ ഈശ്വരനിലേക്ക് സഞ്ചരിക്കാവുന്നതാണ്. ഈ തത്വമാണ് നദികൾ നമ്മെ വെളിപ്പെടുത്തി തരുന്നത്. എല്ലാ നദികളും പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് താഴേക്ക് ഒഴുകുന്നു. അവ ക്രമേണ ദ്രുതഗതിയിൽ പായുന്നത് എവിടേക്കാണ്? അവയുടെ ലക്ഷ്യമായ സമുദ്രത്തിലേക്ക്. അങ്ങനെ ഒഴുകുമ്പോൾ അവയുടെ വഴികളിൽ വലിയ വലിയ പാറകളും കല്ലുകളും എല്ലാം ഉണ്ടാകും. പക്ഷേ അവയെല്ലാം സമർത്ഥമായി പിന്നിട്ടുകൊണ്ട് അത് മുന്നോട്ട് തന്നെ ഗമിക്കുന്നു. അവ ലക്ഷ്യത്തിലേക്ക് തന്നെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അവ ഒരിക്കലും നിൽക്കുന്നില്ല. ഗമനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ജീവിതവും അങ്ങനെ തന്നെയാണ്. നമ്മളെ ഈശ്വരനാകുന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഒരു നദിയെ പോലെ ആകണം. ആ ഒഴുക്കിന് വിഘ്നങ്ങളോ ഉണ്ടാകുവാൻ പാടില്ല. എല്ലാ വിഘ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈശ്വരന്മുഖം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് നിങ്ങളുടെ ആത്മീയ യാത്രയുടെ സ്വഭാവം. നിങ്ങൾക്ക് ദൃഢനിശ്ചയം, ആത്മാർത്ഥത, ഇച്ഛാശക്തി എന്നിവ ഉണ്ടായിരിക്കണം. ദുർബലതയ്ക്ക് ഒരു സ്ഥാനവും നൽകരുത്. നിങ്ങളുടെ കാഴ്ചപ്പാടും ചിന്തകളും ശ്രവണവും വികാരങ്ങളും പ്രവൃത്തികളും നല്ലതാണെങ്കിൽ നിങ്ങൾ ആനന്ദം അനുഭവിക്കുന്നവരാകും. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം.